Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആണ്. ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin 4t cos 3t. ജൂൺ 2023 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പോൾ sin 4t cos 3t എന്ന ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ sin 4t cos 3t ഇങ്ങനെ എഴുതാം. 1/2 into 2 sin 4t cos 3t. എന്താണ് ചെയ്തത്? ഒരു 2 കൊണ്ട് ഗുണിക്കുകയും 2 കൊണ്ട് ഹരിക്കുകയും ചെയ്തു. അപ്പൊ ഇത് എന്തിനു വേണ്ടി എന്ന് വെച്ചാല് നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുലയുണ്ട്. 2 sin a cos b എന്ന് പറഞ്ഞാൽ എന്താണ്? 2 sin a cos b എന്ന് പറഞ്ഞാൽ sin a plus b plus sin a minus. ഇങ്ങനെ ഒരു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി നമ്മൾ +2 ൽ പഠിച്ചിട്ടുണ്ട്. ആ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 2 കൂടെ കൊണ്ടുവന്നു. അപ്പോൾ 2 sin 4t cos 3t that is equal to 1/2 into ഇവിടെ എയുടെ സ്ഥാനത്താണ് 4t, ബിയുടെ സ്ഥാനത്താണ് 3t. അപ്പൊ നമുക്ക് എങ്ങനെ വരും? sin 4t plus 3t എന്ന് പറഞ്ഞാൽ 7t plus sin 7t minus 3t. 4t minus 3t എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? sin. അപ്പൊ അപ്ലൈ ചെയ്തിട്ട് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി sin a plus b plus sin a minus b. a എന്ന് പറഞ്ഞാൽ 4t ആണ്, b എന്ന് പറഞ്ഞാൽ 3t ആണ്. 4t plus 3t 7t, 4t minus 3t sin t. ഇനി നമ്മൾ അതിനെ L of sin 7t ഇത് നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കാം. ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുന്ന ഫോമിലേക്ക് എത്തിച്ചേർന്നു. ഇനി ടേക്ക് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം. Therefore ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin 4t cos 3t is equal to 1/2 ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin 7t plus sin t. That is equal to 1/2 Laplace transform of sin 7t plus Laplace transform of sin t. That is 1/2 into sin 7t Laplace transform എന്താണ്? 7 divided by s square plus 49. നമ്മൾ ഉപയോഗിച്ച ഫോർമുല Laplace transform of sin 8t is equal to a by s square plus s square. a by s square plus s square ആണ്. അപ്പോൾ 7 by 7 by s square plus 49 plus L of sin t എന്താണ്? 1 by s square plus. നമുക്ക് ഫൈനൽ ആയിട്ട് കിട്ടിയ ആൻസർ എത്രയാണ്? 1/2 into 7 by s square plus 49 plus 1 by s square plus 1. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ. അപ്പോൾ ഇവിടെ നമ്മളത് ജൂൺ 2023 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചതാണ്. ഇവിടെ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ ഐഡന്റിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇത് ഏത് ഐഡന്റിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 2 sin a cos b എന്ന് പറഞ്ഞാൽ sin a plus b plus sin a minus b. sin a plus b plus sin a minus b എന്ന ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി അപ്ലൈ ചെയ്തത്. ആ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ഉപയോഗിച്ച് ചെയ്യാനായിട്ട് ഇവിടെ 2 ന്റെ ആവശ്യമുണ്ട്. അപ്പോൾ 2 കൂടെ കൊണ്ടുവന്നു, 2 കൊണ്ട് ഹരിച്ചു. 1/2 2 sin 4t cos 3t. ഇനി നമുക്കത് a എന്നുള്ളത് 4t ആയിട്ട് b എന്നുള്ളത് 3t ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ a plus b എന്ന് പറഞ്ഞാൽ 7t ആവും, a minus b എന്ന് പറഞ്ഞാൽ sin t ആവും. ഇനി അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ sin 7t യുടെ ഫോർമുല എന്താണ്? sin 7t എന്ന് പറഞ്ഞാൽ 7 by s square plus 49. നമ്മൾ ഉപയോഗിച്ച ഫോർമുല ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin 8 is equal to a by s square plus s square. അതുപോലെ sin t യുടെ ഫോർമുല എന്താണ്? 1 by s square plus 1. The final result will be 1/2 into 7 by s square plus 49 plus 1 by s square plus 1. Okay, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. Next question. ഇവിടെ ട്രിഗണോമെട്രിയിലെ പല ഐഡന്റിറ്റിയിൽ നിങ്ങൾ ഓർത്തെടുത്താൽ മാത്രമേ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ പല പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ പ്രധാനപ്പെട്ട ഐഡന്റിറ്റീസ്, ട്രിഗണോമെട്രിയിൽ പഠിച്ച ഐഡന്റിറ്റീസ് നിങ്ങൾ ഓർത്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പല ഫംഗ്ഷന്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos square t. Find the Laplace transform. Laplace transform of cos square t. ഇത് ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു. cos square t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കും. cos square t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനായിട്ട് ഈ cos square t എന്നുള്ളത് നമുക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട്.
എന്താണ് cos square t യുടെ ഐഡന്റിറ്റി? cos square t can be written as 1 plus cos 2t by 2. ഈ ഒരു ഐഡന്റിറ്റി ഓർത്തിരിക്കണം. cos square t can be written as 1 plus cos 2t by 2. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos square t എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? That is equal to Laplace transform of 1 plus cos 2t by 2. That is equal to 1 by 2 Laplace transform of 1 plus cos 2t. That is 1 by 2 Laplace transform of 1 plus Laplace transform of cos 2t. That is 1 by 2 into Laplace transform of 1 എന്ന് പറഞ്ഞാൽ എന്താണ്? Laplace transform of 1 എന്ന് പറഞ്ഞാൽ 1 by s ആണ് പ്ലസ് Laplace transform cos 2t എന്താണ്? s by s square plus 4. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? 1 by 2 into 1 by s plus s by s square plus 4. ഇതിന് വേണമെങ്കിൽ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 by 2 into s square plus 4 plus s square divided by s into s square plus 4. That is 1 by 2 into ഇവിടെ s square plus s square എന്ന് പറഞ്ഞാൽ 2s square ആവും plus 4 divided by s into s square plus 4. ഒരു 2 കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് s square plus 4 divided by s square plus 2. s square plus 2 divided by s into s square plus 4. ഇങ്ങനെ നമുക്ക് എഴുതി വെക്കാം. അവസാനത്തെ ആൻസർ നമുക്ക് എന്ത് എഴുതി വെക്കാം? s square plus 2. The final answer will be s square plus 2 divided by s into s square plus 4. അപ്പോൾ ഇത് ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഐഡന്റിറ്റി ഏതാണ്? cos square t എന്ന് പറഞ്ഞാൽ 1 plus cos 2t by 2. cos square t എന്താണ്? 1 plus cos 2t by 2. ആ ഐഡന്റിറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത്. ആ ഐഡന്റിറ്റി ഉപയോഗിക്കുമ്പോൾ 1 plus cos 2t by 2 എന്ന് വരും. അതിനെ രണ്ടായിട്ട് നമ്മൾ തിരിച്ചു ചെയ്യുമ്പോൾ 1 plus cos 2t Laplace transform of 1 plus Laplace transform of cos 2t. Laplace transform of 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by s. Laplace transform of cos 2t എന്ന് പറഞ്ഞാൽ എന്താണ്? s by s square plus 4. അപ്പോൾ 1 by 2 into ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ s square plus 4 plus s square by s into s square plus 4. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ s square s square കൂട്ടുമ്പോൾ 2s square വരും. ഇവിടെ 4 വരും. 2s square plus 4. ഇത് 2 10 ചെയ്യുമ്പോൾ 2 2 ക്യാൻസൽ ചെയ്യുമ്പോൾ s square plus 2 by s into s square plus 4. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.